എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. കാരണം കുറേ ആയിട്ട് ഞാൻ അല്ലാത്ത കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വരികയാണ് കേട്ടോ. ഇതാണ് അമ്മ. അപ്പോൾ അവർ വിചാരിച്ചതിലും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പിന്നെ പണികളൊക്കെ തീർത്ത് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അവർ വന്നു. അച്ഛന് കാലിലും ചെറിയൊരു മുറിവുണ്ട്, ചെറുതല്ല, അത്യാവശ്യം കുറച്ച് വലുതാണ്. അപ്പം എന്താണ്, കാലിൽ കുറച്ച് നീരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മോളെ കാണാനാണ് അവർ ഇരുന്നത് തന്നെ. ഇപ്പോൾ അവളും അത് അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അമ്മച്ചനും അമ്മമ്മയും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സന്തോഷമുള്ള ഈ ഒരു ദിവസം ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. രാവിലെ കേട്ടോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അവർക്ക് ചൂടോടെ, ഇവിടെ ചെറിയൊരു തണുപ്പുണ്ട്, അപ്പോൾ ചൂടോടെ കുറച്ച് കാപ്പി ഉണ്ടാക്കി. മാത്രമല്ല ഞാനും രാവിലെ എണീറ്റോടെ എനിക്കും വിശക്കാൻ തുടങ്ങി. അപ്പം കാപ്പി ഉണ്ടാക്കി ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് കുടിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഏട്ടൻ എണീറ്റ് പിന്നെ അവിടെ പോയി കിടന്നു. അപ്പം എന്താണ്, അലുവ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൊണ്ട് തന്ന കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അച്ഛന് എന്താണ്, വരുന്ന വഴിക്ക് കാലിൽ മുളക് പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുളക് പൊടി മുറിവിലായില്ല, പക്ഷെ പുറത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തു, ഇങ്ങനെ കെട്ടിക്കൊടുത്തു കേട്ടോ. നല്ല ആഴമുള്ള മുറിവാണ്. സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റിച്ചൊക്കെ അഴിച്ചു. ഇപ്പം എന്താണ്, നടക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഓക്കെ. അപ്പം എന്താ എന്തൊക്കെയോ സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തിരക്കായിരുന്നു, മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ക്ലീൻ ചെയ്യണം, ചായ ഉണ്ടാക്കണം ഒക്കെ കൂടെ തിരക്കായിപ്പോയി. അപ്പോൾ വീഡിയോ എടുക്കാനും എല്ലാം കൂടെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ചായക്ക് ദോശയും സാമ്പാറും കേട്ടോ. സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവർ രാവിലെ എത്തുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രിയെ പരിപ്പൊക്കെ വേവിച്ച് വെച്ചു. പക്ഷെ അവർ ലേറ്റായിട്ട് എത്തി. അപ്പം സാമ്പാറൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ അവർ കൊണ്ടുവന്ന സാധനം കേട്ടോ. അമ്മ കുറച്ച് മീൻ ക്ലീനാക്കി, കുറച്ചല്ല എല്ലാം അമ്മ തന്നെയാണ് ക്ലീനാക്കിയത്. പിന്നെ ഞാൻ എല്ലാം ഒന്ന് എടുത്തു വെച്ചു, കൊണ്ടുവന്ന സാധനമൊക്കെ എടുത്തു വെച്ചു. സാമ്പാർ എങ്ങനെയുണ്ട്? സാമ്പാർ ഒരു യഥാർത്ഥ സുഹൃത്ത് അവനവന്റെ തെറ്റുകുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവനായിരിക്കും യഥാർത്ഥ സുഹൃത്ത്. അച്ഛ ഡ്രസ്സ് മാറ്റിക്കാണ്. ഏട്ടൻ ചായ കുടിച്ചു പോയിട്ട് ഓഫീസിൽ. അങ്ങനെ ഞാനിതാ കുറച്ച് മീനെടുത്ത് ഇന്നത്തേക്ക് വേണ്ട മീനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടോ. കുറേ ദിവസത്തിന് ശേഷം മീൻ കഴിക്കുക കേട്ടോ. അപ്പോൾ മീനിനൊക്കെ എന്തൊക്കെയോ വിഷയമൊക്കെ എന്തോ മരുന്നു എന്തൊക്കെയോ ഇല്ലേ, കടലിലെന്തോ മറിയേ ഇങ്ങനെയൊക്കെ സംഭവം. അപ്പോൾ കുറേ ആയിട്ട് മീനില്ലായിരുന്നു. അതുകൊണ്ടല്ല കേട്ടോ മീനില്ലാത്ത, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ മീൻ കിട്ടാറില്ല. അപ്പോൾ ഇതാ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞണ്ട് കഴിക്കണം, എപ്പോഴോ പറഞ്ഞാണ്. അപ്പോൾ അമ്മ ഞണ്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി വെക്കാൻ വീട്ടിലുണ്ടായ കപ്പളങ്ങയാണ് കേട്ടോ. അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപയറും കപ്പളങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെച്ചിട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. തേങ്ങ അരച്ച് ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് ഒഴിച്ച് വറവിട്ടാൽ മതി കേട്ടോ ലാസ്റ്റ്. അങ്ങനെ എന്താണ്, അപ്പം വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മുരിങ്ങേൻ്റെ ഇല, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് എനിക്ക് ഓർമ്മയില്ല ഇപ്പം. ഓക്കെ. അപ്പോൾ രാവിലെ മോള് ചായ കുടിച്ചിട്ടില്ലായിരുന്നു. ഇവരെ ഇങ്ങനെ ആൾക്കാരെ കാണുന്ന ദിവസം അങ്ങനെയാണ്, കഴിക്കില്ല. അപ്പം ഞാൻ പിന്നെ ഇരുന്ന് ചായ കൊടുത്തു. പിന്നെ നമുക്കിന്ന് മുരിങ്ങേൻ്റെ ഇലേൻ്റെ തോരൻ വെക്കണം. കേടാവുന്നത് വേഗം എടുത്ത് തോരൻ വെക്കണം. അപ്പോൾ മുരിങ്ങേൻ്റെ ഇല എടുത്തു. പിന്നെ കറി ഒക്കെ വെന്ത് വന്ന് അമ്മയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നത്തെ ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ അമ്മയ്ക്ക് വിട്ടു കൊടുക്കുകയാണ് കറിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ. കാരണം ഞാൻ തന്നെ വെച്ച് കഴിച്ചിട്ട് എനിക്ക് മടുത്തു. അപ്പോൾ അത് അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ രാവിലെ ഞങ്ങൾ കട്ടനായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാല് വരാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോൾ പാലൊക്കെ പാർന്ന് ചായ കുടിച്ചു കേട്ടോ. നല്ല രസമാട്ടോ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങൾ ചായ കുടിക്കാറില്ല. ഞാനും മോളും മാത്രമുള്ളപ്പോൾ എന്ത് ചായ കുടിക്കാൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അച്ഛൻ സുഖമില്ലായിട്ടാട്ടോ കിടക്കുന്നത്. അപ്പോൾ കഥയൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ നല്ല രസമല്ലേ. അപ്പം അതാ കുറച്ച് പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി
ചെറിയ ചെറിയ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായ അടിച്ചു. അപ്പോഴാണ് ഞാൻ ചോറ് വെച്ചിട്ടില്ല എന്ന് ഓർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം പോയി ചോറ് വെച്ചു. പിന്നെ നമ്മുടെ മീൻ പൊരിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ എയർ ഫ്രയറിൽ പൊരിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പം അതാ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ ചെരുപ്പ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അവളും അമ്മച്ചനും ഫുൾ കളി കേട്ടോ. അമ്മച്ചന് ഉറക്കമുണ്ട്, അമ്മച്ചന് ഉറങ്ങണം, വണ്ടിയിൽ വന്ന് ക്ഷീണമുണ്ട്, പക്ഷെ അവൾ ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെന്താ, പിന്നെ ചോറായി, അവരെല്ലാവരും കഴിച്ചു. അവർ കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ കഴിച്ചത്, ഒന്നുമില്ല, അങ്ങനെ കഴിച്ചു. അപ്പം എന്താണ്, ഞാൻ ഇതാ കറി, നമ്മുടെ കപ്പളങ്ങയും ചെറുപയറിട്ട കറി ഉണ്ടായിരുന്നു, മുരിങ്ങേൻ്റെ ഇലേൻ്റെ തോരൻ ഉണ്ടായിരുന്നു, മീൻ പൊരിച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാനാ പൊരിച്ചത്. അപ്പം നല്ല കറുമുറുമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ കറുമുറുമായിട്ട്. ഓക്കെ, പിന്നെ ഞണ്ട് കറി വെച്ചതാണോ എന്താ സംഭവം എന്നറിയില്ല, മല്ലിപ്പൊടി ഇട്ട് അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കി അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഇറച്ചിയുള്ള ഞണ്ടായിരുന്നു. അപ്പം കുറേ കാലത്തിന് ശേഷം ഞണ്ട് കഴിച്ചു. പിന്നെന്താ, അതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ മോളുമായിട്ട് കളിക്കുക കേട്ടോ, എന്തൊക്കെയോ കളിച്ചു. അപ്പം പിന്നെ അമ്മ പാട്ടുപാടി, മോള് പാട്ടുപാടി, അപ്പം അതൊക്കെയാണ്. പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങി. അപ്പം ഞാൻ ഓരോരോ പാട്ട് കേൾപ്പിച്ചത്. അവള് വേടന്റെ ഫാനല്ല, ഈ വേടന്റെ ഫാനാ. ചെമ്പലിനാ കേട്ടോ പാട്.